ഇപ്പോഴും പത്രപ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന ലേബൽ അണിഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ തൊട്ട അയൽവക്കത്ത് നടക്കുന്ന ചില ഭയങ്കര സംഭവങ്ങൾ അറിയാൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കേരളത്തിൽ വരേണ്ടി വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നുവെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. തിരുവനന്തപുരത്തെ 2 സ്ഥലങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇത് കാട്ടാക്കട പ്രസംഗിക്കുമ്പോഴാണ് സംഭവിച്ചത്. ഒന്ന് വർക്കല, മറ്റൊന്ന് നെടുമങ്ങാട്. ഈ 2 സ്ഥലങ്ങൾ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മാതൃഭൂമി പത്രത്തിലാണ് വായിച്ചത്. അത് വായിച്ചപ്പോൾ താനൊക്കെ എന്തിനാണോ ഈ മാധ്യമപ്രവർത്തകൻ എന്ന ലേബലും പട്ടവും താങ്ങി നടക്കുന്നത് എന്ന് സ്വയം ചോദിക്കാൻ തോന്നിപ്പോയി. നമ്മളാരും ഇതറിഞ്ഞില്ല. ഇത്തരത്തിലൊരു സംഭവം ഈ 2 പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ളതാണെന്ന് നമ്മളാരും അറിഞ്ഞില്ല. മോദിജി നമ്മോട് പറയേണ്ടി വന്നു. പക്ഷെ ആലോചിച്ചപ്പോൾ നമ്മൾ റിട്ടയറാണ്, നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിവരശേഖരണത്തിലൊന്നും ഇടപെടുന്നില്ല. അതുകൊണ്ട് സജീവമായി നിൽക്കുന്ന വർക്കിംഗ് ആയിട്ടുള്ള ചില മാപ്രവരോട് ചോദിച്ചു. അവർക്ക് പറഞ്ഞുകൂടാ എന്താണ് നെടുമങ്ങാട് സംഭവിക്കുന്നത്, എന്താണ് വർക്കല സംഭവിക്കുന്നതെന്ന് അവർക്കും അറിഞ്ഞുകൂടാ. മോദി സാബ് ഈ തിരിച്ചറിവുണ്ടാവാൻ അല്പം വൈകിയത് ദയവേത് ക്ഷമിക്കണം. ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്ര സന്തുഷ്ടകരമല്ലാത്ത ചില സംഭവവികാസങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങ് കുന്നംകുളത്ത് സംസാരിക്കുമ്പോൾ ചില കലാലയങ്ങളിലെ ചില വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ നിന്നൊരു സംഭവമാണ് അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ SFI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ സജീവമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ദിവസങ്ങളോളം ജലപാനം അനുവദിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ അവസാനം അവനെ ഇല്ലായ്മ ചെയ്തു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്നൊരു കാര്യം, അങ്ങയുടെ വരവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ വെളിച്ചമില്ലാത്ത ഭാഗത്ത് കുറുകെ കെട്ടിയിരുന്ന ഒരു കയറ് പോലീസ് കെട്ടിയതാണ്. അതിന്മേലൊരു പാവം ചെറുപ്പക്കാരൻ സ്കൂട്ടറുമായി വന്ന് ഇടിച്ചു വീഴുന്നു. കയർ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുങ്ങുന്നു. ആ ചെറുപ്പക്കാരൻ മരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നടന്ന മറ്റൊരു കാര്യം, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഒരു സർക്കാർ ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ ഒരു അമ്മ അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പാതി മാത്രം ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വന്ന രീതിയിൽ ആ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുക. പക്ഷെ അവിടെ പരിചരണം കിട്ടിയില്ല. ആ അമ്മയുടെ അല്ലെ ആ ഗർഭിണിയുടെ പാവാട വലിച്ചു കീറി ഒരു കഷ്ണം തുണി കൊണ്ട് വയറ് മുറുക്കി കെട്ടി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അവിടെ അവർ പ്രസവിച്ചു. ആ കുട്ടിയുടെ തലച്ചോറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. 4 മാസത്തിന് ശേഷം ആ കുഞ്ഞ് മരിച്ചു. ഇങ്ങനെ ധാരാളം സങ്കടകരമായ വാർത്തകൾ ഞങ്ങളുടെ പത്രങ്ങളുടെ 1-ാം പേജിൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം, ഞങ്ങളുടെ തലസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള 2 പ്രദേശങ്ങൾ മാഫിയയുടെ പിടിയിലാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളുടെ കുറ്റം തന്നെയാണ്. ഇതെന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. എന്താണ് വർക്കല, എന്താണ് നെടുമങ്ങല, എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി ഈ 2 പേരുകൾ എടുത്തു പറഞ്ഞത്? ഇത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെത്തി പറയുമ്പോൾ അതിനൊരു ഗൗരവമുണ്ട്. കാരണം തീർച്ചയായിട്ടും അത് 100% ശരിയായിരിക്കുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പം വർക്കല ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന നിലയിൽ അവിടെ എന്തെങ്കിലും പൊടിയും വലിയും ഒക്കെ സംഭവിക്കുന്നുണ്ടാവും. അതൊക്കെ വർക്കല പോലീസ് കൈകാര്യം ചെയ്യുന്ന കേസുകൾ മാത്രമായിട്ടാണ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട നെടുമങ്ങാട് എന്ത് പഴിച്ചു എന്നുള്ളതാണ് ഒട്ടും മനസ്സിലാകാത്തത്. ആ പ്രദേശത്തെ പറ്റി അങ്ങനെ ഒരു അപഖ്യാതി ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ഒരു പരാമർശം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന്. ശ്രീ MP രാജേഷാണ് നമ്മുടെ എക്സൈസ് മന്ത്രി. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും അറിയുന്നില്ലേ? എന്താണ് വാസ്തവത്തിൽ നെടുമങ്ങാടും വർക്കലയിലും സംഭവിക്കുന്നത്? പ്രധാനമന്ത്രി മോദിജി പറഞ്ഞതായതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ ഇവിടുത്തെ ലോക്കൽ BJPക്കാര് എഴുതി കൊടുക്കുന്നതൊന്നും അതേപടി അദ്ദേഹം പ്രസംഗിക്കാറില്ല. കേന്ദ്രം കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളുടെ ക്രെഡിറ്റ് UDF, LDF അവരുടെ MP സ്വന്തമാക്കുന്നു എന്ന് പരാമർശിച്ചപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനത്തെക്കുറിച്ചും അതുപോലെ വർക്കലയെക്കുറിച്ചും നെടുമങ്ങാടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇവിടെ നടപ്പാക്കിയ ഏത് പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഒറ്റ ഓർമ്മയിൽ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. സാധാരണഗതിയിൽ ചില റോഡുകൾ
നാഷണൽ ഹൈവേ, പാലങ്ങൾ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ഇതിൻ്റെയൊക്കെ ഒരു വികസനം അല്ലാതെ മോദി സർക്കാർ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ 10 വർഷം എന്തു ചെയ്തു എന്നുള്ളത് അത്ര പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടത്തില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്താലോ ഈ UDF-ഉം LDF-ഉം CPM-ഉം കോൺഗ്രസും അവർ പറയും ഇത് ഞങ്ങളുടെ നികുതി കാശ, ഞങ്ങളും കൂടെ ഖജനാവിലേക്ക് അടച്ച പണത്തിന്റെ ഭാഗമാണിത്, അല്ലാതെ ഇത് BJP ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയുക. എന്നാൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടിയാലോ ഉടനെ അതിനെക്കുറിച്ച് അതിന്മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫ്ലക്സ് എഴുതി പ്രദർശിപ്പിച്ച് മേനി നടിക്കുകയും ചെയ്യും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കേണ്ട എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇവരാരെങ്കിലും ഉണ്ട്, ഒരാൾ പോലും കൂടെ നിൽക്കത്തില്ല. ഉദാഹരണത്തിന് നോട്ട് നിരോധനം, GST-യുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു കേന്ദ്ര സർക്കാർ. അപ്പോൾ മണിപ്പൂര് കലാപം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവിടുത്തെ സർക്കാരിൻ്റെയും കൂടെ ഒത്താശയോടുകൂടി ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ ചരിത്രം വളച്ചൊടിക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഒരാൾ പോലും സർക്കാരിനെ സഹായിക്കാനില്ല, പിന്തുണയ്ക്കാനില്ല, ക്രെഡിറ്റ് എടുക്കാനുമില്ല. അപ്പം അതിനു പകരം ഗവൺമെന്റിനെ കുത്താനാണ് അവര് സാധാരണഗതിയിൽ ശ്രമിക്കുന്നത്. നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് എന്ന് പറഞ്ഞു വിടാനേ നമുക്ക് പറ്റും. 10 വർഷം സത്യസന്ധമായിട്ട് ഭരിച്ചു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. അല്പസ്വല്പം വിശ്വസിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം സുപ്രീം കോടതി പഠിക്കൽ കലമുടയ്ക്കുന്നത് വരെ, അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിക്കുന്നത് വരെ, ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ എത്ര സമർത്ഥമായിട്ടാണ് പണം ഉണ്ടാക്കിയിരുന്നത് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ED ഉപയോഗിക്കുന്നു, വ്യവസായികളുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നു, BJP-യുടെ ഇലക്ട്രൽ ബോണ്ടുകളിലേക്ക് പണം ഒഴുകി എത്തുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ പൂട്ടണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ED പോകുന്നു, ഒരു വ്യവസായിയെ കാണുന്നു, അദ്ദേഹം കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ആളിനെ അറസ്റ്റ് ചെയ്യുന്നു, തിഹാർ ജയിലിലാക്കുന്നു. അതുമാത്രമല്ല അവരിൽ നിന്ന് കൃത്യമായിട്ട് ഇലക്ട്രൽ ബോണ്ടുകളിലേക്ക് പണം എത്തുകയും ചെയ്യുന്നു. ഇത് ഏറ്റവും അവസാനമാണ് പിടികിട്ടിയത്. അതുവരെ പലരും വിചാരിച്ചിരുന്നത് ഈ ഗവൺമെന്റ് ഒരു സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ്. CMRL-നെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട മാസപ്പടി കേസിനെ കുറിച്ചും അതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെട്ടതിനെ കുറിച്ചും വരെ അദ്ദേഹം കാട്ടാക്കടയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ആ കേസ് ഒതുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതെങ്ങനെയാണ് കേരള സർക്കാർ വിചാരിച്ചാൽ ആ കേസ് ഇല്ലാതാക്കാൻ സാധിക്കുക? അത് ED അല്ലേ അന്വേഷിക്കേണ്ടത്? അതിന്റെ അന്വേഷണം എവിടെ വരെയായി? പ്രതീക്ഷിച്ച വേഗതയിൽ അത് നടക്കുന്നുണ്ടോ, അതോ അതൊരു മെല്ലെ പോക്ക് ഇഴച്ചിലാണോ പോകുന്നത്? പലരും അതേപ്പറ്റി അത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഈ അന്തർധാര എന്നൊക്കെ പറയുന്നത്. അപ്പൊ പലരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതോടുകൂടി ചില രാഷ്ട്രീയ ജ്യോത്സ്യന്മാര് കബഡി നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അറസ്റ്റിലാകുമോ, ആരുടെയെങ്കിലും പേരിൽ കൂടുതൽ സജീവമായ അന്വേഷണം വരുമോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് വെറും ഒരു രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമാണോ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ അതിന്റെ അന്വേഷണം ഇവിടെ നിൽക്കുന്നു, അത് ഏതാണ്ട് മുടങ്ങിക്കിടക്കാണ്. അത് ചെയ്യേണ്ടതാരാണ് അന്വേഷണം? ആ അന്വേഷണം നടത്തേണ്ടതാരാണ്? കേന്ദ്ര ഏജൻസികളല്ലേ. കസ്റ്റംസ് വകുപ്പ്, അല്ലെങ്കിൽ ED, അല്ലെങ്കിൽ ഇൻകം ടാക്സ്, ഇവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു കേരള സർക്കാർ എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഇതിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. കരുവന്നൂർ ബാങ്കിനെ പറ്റി പറഞ്ഞു, അത് കുന്നംകുളത്തായിരുന്നു. അപ്പൊ 90 കോടി രൂപ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നിക്ഷേപകർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിയാണ്, നല്ല കാര്യമാണ്, സന്തോഷം തോന്നി. പക്ഷെ ഇത് ED പിടിച്ചെടുത്താൽ അത് നിക്ഷേപകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ ഒരു നല്ല മനസ്സ്, മഹാമനസ്കത എന്നൊക്കെയാ. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച ദിവസം തന്നെ ED കൊച്ചിയിലെ വിചാരണ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് അല്ലെങ്കിൽ ഈ പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നതിന്
യാതൊരു നിയമ തടസ്സവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇത് മോദിജിയുടെ ഒരു നല്ല മനസ്സായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ പണം തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് അത് നിയമാനുസൃതം ആണെങ്കിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അപേക്ഷ വയ്ക്കുകയാണ്. അത് മഹാരാഷ്ട്രയിൽ നടന്ന കാര്യമാകട്ടോ. അവിടെ ഇപ്പോഴത്തെ സർക്കാരിലൊരു ഉപമുഖ്യമന്ത്രി ഉണ്ട്, അജിത് പവാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെതിരായിട്ട് 25,000 കോടി രൂപയുടെ ഒരു അഴിമതി കേസുണ്ടായിരുന്നു. അത് സഹകരണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട. അദ്ദേഹം മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പഞ്ചസാര ഫാക്ടറികൾക്ക് 25,000 കോടി രൂപ വായ്പ നൽകി. ക്രമം വിട്ട്, നിയമം വിട്ട് വായ്പ നൽകി. അവസാനം അവരാരും പണമടച്ചില്ല. ഈ പഞ്ചസാര ഫാക്ടറികള് സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് കണ്ടുകെട്ടി. അതിനുശേഷം ഇത് ലേലത്തിന് വെച്ചു. അപ്പോൾ അജിത് പവാറിന്റെ ബന്ധുക്കളായ ആളുകൾ തന്നെ വളരെ വില കുറച്ച് ഈ പഞ്ചസാര ഫാക്ടറികൾ കൈയടക്കി അല്ലെങ്കിൽ സ്വന്തമാക്കി എന്നാണ് ആക്ഷേപം. ഈ ആരോപണം അവിടെ നിൽക്കുമ്പോഴാണ് അജിത് പവാർ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഭാഗമാവുന്നത്. BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമാവുന്നു. അതോടെ എന്താ സംഭവിച്ചത്? ഈ കേസ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഈ വിഭാഗം എഴുതി തള്ളിയിരിക്കുകയാണ്. ഇനി അന്വേഷിക്കുന്നില്ല എന്ന് ഒരു കോടതി അറിയിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇതും സാധാരണക്കാര് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണമാണ്. അവരുടെ മക്കളുടെ വിവാഹത്തിനും അവരുടെ പഠനത്തിനും വേണ്ടി അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയൊക്കെ അങ്ങ് ഇന്നലെ കുന്നംകുളത്ത് പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകളുടെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യമാണ് 25,000 കോടി വായുവിൽ ലയിച്ചു പോയിരിക്കുന്നത്. ഇവിടെ കരിവന്നൂരിൽ ഇതുവരെ കണ്ടുപിടിച്ചത് 300 കോടിയുടെ തട്ടിപ്പാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 80-85 കോടി ഇരട്ടിയാണ് അവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ ദയവ് ചെയ്ത് ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം പറയണം. അവിടുത്തെ പാവപ്പെട്ടവരായ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്? കേസ് പിൻവലിച്ചതോടെ ഇനി ഈ നിക്ഷേപകർക്കൊന്നും അവകാശപ്പെടാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങ് തീർച്ചയായും ഇക്കാര്യത്തിൽ ഇടപെടണം. ഇതൊരു സാധാരണ പൗരന്റെ അപേക്ഷയാണ്.